നോമ്പുതുറ സമയത്ത് ഇസ്ലാം മത വിശ്വാസികൾക്ക് നമസ്കരിക്കാൻ സൗകര്യമൊരുക്കി ക്രിസ്ത്യൻ പള്ളി. മതങ്ങൾ തമ്മിലുള്ള മതിലുകൾക്കപ്പുറം മനുഷ്യ സ്നേഹം ഉയർന്നു നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയ്ക്കാണ് തൃക്കൈപ്പറ്റ കഴിഞ്ഞ ദിവസം സാക്ഷിയായത്. യഥാർത്ഥ കേരള സ്റ്റോറി. കേരളത്തിന്റെ മതസാഹോദര്യത്തിന്റെ ജീവനുള്ള ഉദാഹരണം തൃക്കൈപ്പറ്റയിലെ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക് പ്രാർത്ഥന നടത്തുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഒരുക്കിയത്. മുസ്ലിം ലീഗിന്റെ ഭവന സമുച്ചയ ഉദ്ഘാടനത്തിന് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിയിരുന്നു. നോമ്പുതുറ സമയത്ത് പലർക്കും നിസ്കരിക്കാൻ സൗകര്യമില്ലെന്ന് മനസ്സിലാക്കിയ തൃക്കൈപ്പറ്റയിലെ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളി കമ്മിറ്റി പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സൗകര്യം ഒരുക്കുകയായിരുന്നു. ദൈവമക്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾക്ക് വൈകുന്നേരം നിസ്കരിക്കുന്നതിനും അതുപോലെ നോമ്പ് തുറക്കുന്ന സൗകര്യം തൃക്കൈപ്പറ്റ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പാരിഷുകളും വരാന്തകളും നൽകിയതിൽ അവർക്ക് ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകൾക്കും ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പേരെങ്ങനെയാ? ജോർജ് നെടുന്തള്ളി. പരസ്പര ബഹുമാനത്തിന്റെയും കരുണയുടെയും സഹവർത്തിത്വത്തിന്റെയും ശക്തമായ പ്രഖ്യാപനം കൂടിയായി. മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം എത്ര ആഴത്തിലാണെന്നത് വീണ്ടും തെളിയിച്ച ഒരു നിമിഷം കൂടിയായിരുന്നു ഇത്. നിങ്ങളുടെ യാദൃശ്യമായി വന്ന് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ലഭിച്ചു. വലിയൊരു സന്ദേശമാണ് ഇത്തരം ഒരു പരിപാടി സമൂഹത്തിന് കൊടുക്കുന്നത്. എല്ലാ വിഷയത്തിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛൻ കൂടിയാണ്. യാദൃശ്യം അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാത്ത അച്ഛനെ ഒന്ന് പരിചയപ്പെടണമെന്ന് വന്നപ്പോഴാണ് അച്ഛൻ ജോർജനെ കണ്ടത്. തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള മതസൗഹാർദ്ദം എപ്പോഴും മനുഷ്യന് നമുക്കറിയാം ഈ സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമായിട്ടാണ്. മതവൈരാഗ്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തലപൊക്കുമ്പോൾ തൃക്കൈപ്പറ്റയിൽ നിന്നുയർന്ന ഈ സ്നേഹ സന്ദേശം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിളംബരമായി മാറുകയാണ്. ജിൻസ് തോട്ടുങ്കര, വയനാട് വിഷൻ, കൽപ്പറ്റ.